നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകി പ്രത്യേക മന്ത്രിസഭാ യോഗം. ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ ദേവമാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി വയോജന കലാമേള നടത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം കിലുക്കാംപെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ ചരമവാർഷിക ദിനം ആചരിച്ച് CPM നെന്മണിക്കര ലോക്കൽ കമ്മിറ്റി. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് ഒപ്പുശേഖരണ ക്യാമ്പയിനുമായി CPI. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് പോൾ ബ്ലഡ് ആപ്പുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകി പ്രത്യേക മന്ത്രിസഭാ യോഗം. ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാമെന്നാണ് ബില്ലിൽ പറയുന്നത്. ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഉൾപ്പെടെ അംഗീകാരം ഇതിനാവശ്യമാണ്. ദേശീയപാത 544 അടിപ്പാത നിർമ്മാണത്തിനിടെ ജനങ്ങൾക്കുണ്ടാവുന്ന അസൗകര്യങ്ങൾ ഇല്ലാതാക്കാൻ NHAIക്ക് കർശന നിർദ്ദേശങ്ങളുമായി കളക്ടർ. ദേശീയപാത 544 നിർമ്മാണത്തിലെ അപാകതകളും ഗതാഗത കുരുക്കും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് 18 കർശന നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം നൽകിയത്. അടിപ്പാത നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർമ്മാണത്തിലെ പിഴവുകളും സുരക്ഷാ സംവിധാനങ്ങളും അടിയന്തരമായി പൂർത്തിയാക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. അതിവേഗത്തിൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്നതായി NHAI കളക്ടറെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കേസിൽ കളക്ടർ ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. നിലവിലെ ശോചനീയാവസ്ഥയും സ്വീകരിച്ച നടപടികളും കളക്ടർ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചത് തുടരാൻ കോടതി ഉത്തരവിട്ടത്. മുമ്പ് കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചുകൊണ്ടാണ് ആഗസ്റ്റ് 6 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടതും പിന്നീട് നീട്ടിയതും. കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശങ്ങൾ നൽകിയത്. വിവിധ യോഗങ്ങളിലും സന്ദർശനങ്ങളിലും നിരവധി തവണ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളാണിവ. പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്നുള്ള സർവീസ് റോഡിലെ കുത്തനെയുള്ള ഇറക്കവും അപകടകരമായ വശങ്ങളും ഉടൻ നിരപ്പാക്കി ടാർ ചെയ്യണം. ചിറങ്ങര, മുരിങ്ങൂർ, പേരാമ്പ്ര, ആമ്പല്ലൂർ എന്നിവിടങ്ങളിലെ നിർമ്മാണ സ്ഥലങ്ങളിൽ ആഴത്തിൽ കുഴിച്ച ഭാഗങ്ങളിൽ ആളുകൾ വീഴാതിരിക്കുന്നതിനുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കണം. ഗതാഗതം തിരിച്ചുവിടാൻ ഉപയോഗിക്കുന്ന മുരിങ്ങൂരിലെ 1 കിലോമീറ്ററോളം വരുന്ന പഞ്ചായത്ത് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നതിനാൽ അടിയന്തരമായി പുനർനിർമ്മിക്കണം. പേരാമ്പ്രയിൽ ഫ്ലൈ ഓവർ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന ഭാഗത്തെ അപകടകരവും ആഴമുള്ളതുമായ സർവീസ് റോഡിന്റെ വശങ്ങൾ ഇരുചക്ര വാഹന യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷയ്ക്കായി കോൺക്രീറ്റ് ബാരിക്കേഡ് നിർമ്മിക്കണം. കൂടാതെ എല്ലാ നിർമ്മാണ പോയിന്റുകളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കുകയും പൊട്ടിയ കൾവർട്ട് സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കുകയും റിക്കവറി വാഹനങ്ങൾ ഉറപ്പാക്കുകയും വേണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് NHAIക്ക് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 10 കേസ് പരിഗണിച്ച ഹൈക്കോടതി കളക്ടറുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗൗരവത്തോടെയാണ് കണ്ടത്. ഇതേ തുടർന്നാണ് പാലിയക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് സെപ്റ്റംബർ 15 നീട്ടിയത്. കളക്ടർ നൽകിയ 18 നിർദ്ദേശങ്ങളും പാലിച്ചത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ NHAIയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായി പരിശോധന നടത്തി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത്. നിലവിലെ പരിശോധനയിൽ ആമ്പല്ലൂർ, ചിറങ്ങര തുടങ്ങിയ ഭാഗങ്ങളിൽ സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ഗതാഗത കുരുക്കിന് കുറവുണ്ടായതായി കണ്ടെത്തിയതായി
ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി ഹൈക്കോടതിയിൽ സെപ്റ്റംബർ 8 സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ സർവീസ് റോഡിൽ നിന്ന് പ്രധാന പാതയിലേക്ക് കടക്കുന്നിടത്തെ വീതിക്കുറവ്, ഓടകളുടെ അപര്യാപ്തത, മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവം, അടിപ്പാതകളുടെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി റിപ്പോർട്ടിലുണ്ട്. തുടർച്ചയായുള്ള സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണിയുടെ ആവശ്യകതയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ദേശീയപാത 544 നിർമ്മാണത്തിൽ ഹൈക്കോടതിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയോജിതവും കൃത്യവുമായ ഇടപെടലിലൂടെ ഗതാഗത കുരുക്കിന് നല്ല മാറ്റമാണ് വന്നിട്ടുള്ളത്. പുതുക്കാട് സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽപ്പെട്ട LPG ടാങ്കർ ലോറി റോഡിൽ കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു അപകടം. കൊച്ചി അമ്പലമുകളിൽ നിന്നും LPGയുമായി കോയമ്പത്തൂരിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന റിക്കവറി ലോറിയിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ മുൻപിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ റിക്കവറി ലോറി ഇടിക്കുകയുമായിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് തകരാറിലായ ടാങ്കർ ലോറി റോഡിൽ നിന്നും മാറ്റി. റിക്കവറി ലോറിയിലെയും കണ്ടെയ്നർ ലോറിയിലെയും ഡ്രൈവർമാർക്ക് നിസ്സാര പരിക്കേറ്റു. വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. പ്രതിഷ്ഠാ തിരുനാൾ ഞായറാഴ്ച രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ആഗ്ര ആർച്ച് ബിഷപ്പ് മാർ റാഫി മഞ്ഞളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ കാർമ്മികനായി. വികാരി ഫാദർ ലാസർ താണിക്കൽ, സഹവികാരി ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ, കൈകാരന്മാരായ മെൽജിൻ മഞ്ഞളി, സിറിൽ ആന്റണി മഞ്ഞളി, ജോയ് ചാളിപ്പാടൻ, ബിജു ചേളിപ്പറമ്പിൽ, ജനറൽ കൺവീനർ സനൽ മഞ്ഞളി എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ചയാണ് പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് കോനിക്കര കാർമ്മികത്വം വഹിക്കും. ഫാദർ റിനാൽ പുലിക്കോടൻ സന്ദേശം നൽകും. വൈകിട്ട് 4:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡിറ്റോ കൂള കാർമ്മികനാകും. സെപ്റ്റംബർ 20 8ാം ഇടം. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി വയോജന കലാമേള നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പാനോക്കാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, അനു പനംകൂടൻ, ഹനിത ഷാജു, ഷീബ നികേഷ്, മായ രാമചന്ദ്രൻ, ഗിഫ്റ്റി ഡെയ്സൺ, ICDS സൂപ്പർവൈസർ ആൻസി, CWF അനില ബാബു എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം കിലുക്കാംപെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രതി ബാബു അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CC സോമസുന്ദരൻ, ഷാജു കാളിയേങ്കര, രശ്മി ശ്രീശോഭ്, സുമ ഷാജു, ICDS സൂപ്പർവൈസർ PK വിനോദിനി, ശ്രീരേഖ എന്നിവർ പ്രസംഗിച്ചു. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ ചരമവാർഷിക ദിനം ആചരിച്ച് CPM നെന്മണിക്കര ലോക്കൽ കമ്മിറ്റി. പഠന ക്ലാസും അനുസ്മരണ പൊതുയോഗവും SFI സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണു പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KA അനിൽകുമാർ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗം MR സഹദേവൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MA ശ്രീനാഥ്, AG ഷൈജു, TS വിഷ്ണു, IC സൂരജ്, ലോക്കൽ കമ്മിറ്റി അംഗം KV ഷാജു എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യയിലെ CPIMനെ സംബന്ധിച്ച്, കേരളത്തിലെ CPIMനെ സംബന്ധിച്ച്, ലോകത്തിലെ ഇടതുപക്ഷ മുന്നേറ്റങ്ങളെ സംബന്ധിച്ച് സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകൾക്ക് ഒരു വയസ്സ് പിന്നിടുകയാണ്. സീതാറാം യെച്ചൂരി എന്നത് ഇന്ത്യയിലെ ഇന്നലകളിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൽ, പ്രക്ഷോഭങ്ങളിൽ, സമരങ്ങളിൽ, നയരൂപീകരണങ്ങളിൽ സെക്രട്ടറി ആയിരിക്കെ
മരണമടഞ്ഞ സഖാവ് സീതാറാം യെച്ചൂരിയുടെ 1ാം ചരമവാർഷിക ദിനമാണ് ഇന്ന് നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇന്നത്തെ ദിവസം പാർട്ടി സഖാക്കൾക്ക് വേണ്ടിയുള്ള പഠന ക്ലാസും അതിനുശേഷം ഇത്തരത്തിലുള്ള അനുസ്മരണ പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിരിക്കുകയാണ്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെ നിരവധി വർഷങ്ങളായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPI നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ ഒപ്പുശേഖരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VK വിനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം മോഹനൻ ചള്ളിയിൽ, ഷൈജു കാട്ടുങ്ങൽ, EH സഹീർ, ഉഷ മാണി, സജിത രാജീവ്, റെന്നി വർഗീസ്, ജോസ് താഴേക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ കാവല്ലൂർ തട്ടിൽ പഴുങ്കാരൻ അന്തോണി ഭാര്യ ട്രീസയുടെ 5ാം ചരമവാർഷിക ദിനത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളുമായി കുടുംബം. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വരുന്ന രോഗികൾക്കായി 10 വീൽചെയറുകളും 10 വോക്കറുകളും കുടുംബം സൗജന്യമായി വിതരണം ചെയ്തു. ഒല്ലൂർ പുനർജീവൻ ആശ്രമത്തിലേക്ക് സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററും സൗജന്യ കൺസൾട്ടേഷൻ സെന്ററും ഈ വർഷത്തെ ഓർമ്മ ദിനത്തിൽ നൽകി. സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ ആശ്രയ ട്രസ്റ്റ് ക്യാൻസർ സെന്ററിലേക്ക് പഴുങ്കാരൻ ട്രസ്റ്റിൽ നിന്നും നൽകിയ ധനസഹായം സ്പീക്കർ AN ഷംസീർ മനു പഴുങ്കാരനിൽ നിന്നും ഏറ്റുവാങ്ങി. വീൽ ചെയറുകളുടെ വിതരണോദ്ഘാടനം ജെറുസലേം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത് നിർവഹിച്ചു. വാക്കറുകളുടെ വിതരണോദ്ഘാടനം ചാലക്കുടി MLA TG സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. ചടങ്ങിൽ തട്ടിൽ പഴുങ്കാരൻ അന്തോണി അധ്യക്ഷനായി. എണ്ണിയാതീരാത്ത മേഖലകളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ്, ഒരു വിളക്കാണ് ഈ ദേശത്തിന്റെ ഈ കുടുംബം. യഥാർത്ഥത്തിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. വേറൊന്നും കൊണ്ടല്ല, ഈ അമ്മയുടെ 5ാം ചരമവാർഷികത്തിലായിരിക്കുമ്പോൾ ഓരോ ചരമവാർഷികത്തിലും യഥാർത്ഥത്തിൽ നമ്മൾ കരുണ ചെയ്തിട്ട് അവർ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് സ്വന്തം സൗകര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എന്താ ഞാൻ പറഞ്ഞത്? എനിക്ക് എൻ്റെ ഒരു കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, അത് ഈ ലോകത്തിൽ ഒരാൾക്കും കിട്ടില്ല. പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ അമ്മ പ്രസിദ്ധ 5ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരങ്ങൾക്ക് വീൽചെയറും അതുപോലെ വാക്കറും അതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇന്നിവിടെ നടക്കുക. ഇപ്പം ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ആ സ്ഥാപനം ഇതുപോലെ തന്നെ പ്രത്യേകതയുള്ള ഒരു സ്ഥാപനമാണ്. ഇത് 41 പേരുടെ സ്ഥാപനം. അതായത് ഇതുപോലെ തന്നെ കൈകാലുകൾക്ക്, മനസ്സിന്, ശരീരത്തിന്, അതുപോലെ അനാഥര്, ഇങ്ങനെയുള്ള ഒരു 41 പേരുടെ സ്ഥാപനമാണ്. അത് നമ്മുടെ ബന്ധുജനങ്ങൾക്ക് ശക്തി പകരാൻ ഈ അവസരം ഉപയോഗിച്ച ഈ കുടുംബത്തിനും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ, ഇതൊന്നും ആരും കാണിക്കാനോ ഒന്നിനു വേണ്ടി ചെയ്യുന്നതല്ല. ഇതൊന്നും ആളുകൾ അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ. ഒരു പക്ഷേ ഞാൻ പറയും, മനു ചെയ്യുന്നത് ആളുകൾ അറിയട്ടെ, അപ്പോഴല്ലേ കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരുള്ളൂ സഹായിക്കാനായിട്ട്. ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് അതൊക്കെ ഒരു പ്രചോദനമല്ലേ, ഇങ്ങനെയുള്ള ആളുകൾ രംഗത്തേക്ക് വരുന്നത്. അപ്പൊ ആ ചെറുപ്പം മുതലേ അവൻ ഓരോന്ന് മേടിച്ചു കൊടുത്ത് പഠിച്ചു. അപ്പൊ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കാലത്ത് ചെയ്യണായി ആവുമെന്ന് കണക്കൂട്ടി. കാരണം ആര് വന്നാലും വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പൊ അത് ഇത്ര വരെ എത്തി. അത് നമുക്കും ദൈവത്തിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നന്ദി ഒന്നു. അപ്പൊ അതുപോലെ അവ ഇനിയും കാര്യങ്ങൾ ചെയ്തോട്ടെ. ആ നല്ല മനസ്സ് ചെറുപ്പത്തിൽ വന്ന് പെട്ടതാ. താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ലാതിനോളം ഉലകിൽ ഒരു നന്മ.
പുനർജീവൻ ആശ്രമം ഡയറക്ടർ ബ്രദർ മാത്യൂസ് ചുങ്കത്ത് മുഖ്യാതിഥിയായി. ഫാദർ പൌലോസ് പഴൂങ്കാരൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് AG രാജേഷ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PC നജീബ്, രാജേഷ് ഭരത, മനു പഴൂങ്കാരൻ, ആൽബർട്ട് പഴൂങ്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ ബലിയിൽ ഫാദർ ടൈറ്റസ് പാലത്തിങ്കൽ, ഫാദർ ജോസഫ് നെരേപ്പറമ്പിൽ എന്നിവർ കാർമ്മികരായിരുന്നു. മുൻ വർഷങ്ങളിലും മാതാവിന്റെ ഓർമ്മ ദിനത്തിൽ നിരവധി കാരുണ്യ പ്രവർത്തികൾക്ക് തട്ടിൽ പഴൂങ്കാരൻ കുടുംബം നേതൃത്വം നൽകിയിരുന്നു. കല്ലൂർ സെന്റ് റാഫേൽസ് പബ്ലിക് സ്കൂളിൽ രക്ഷാകർതൃ ദിനാഘോഷം സംഘടിപ്പിച്ചു. വാത്സല്യം 2025 എന്ന പേരിൽ നടന്ന പരിപാടി സ്കൂൾ മാനേജർ ഫാദർ ജോയ് കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മെജോ പനോക്കാരൻ, PTA എക്സിക്യൂട്ടീവ് അംഗം അന്ന മരിയ ബിഗിൽ എന്നിവർ പ്രസംഗിച്ചു. മാതാപിതാക്കളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ സഹകരണ സംഘം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും മുൻ പ്രസിഡന്റ് AN വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ടീച്ചേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് പ്രവീൺ M കുമാർ അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ സംഘം അംഗങ്ങളുടെ മക്കൾക്കുള്ള പുരസ്കാരവും ക്യാഷ് അവാർഡും KR രുദ്രൻ വിതരണം ചെയ്തു. B ബിജു, ഷിജി ശങ്കർ, ജാക്സൺ വാഴപ്പള്ളി, K ശ്രീദേവി, K പ്രവീൺകുമാർ, ജോസ് ജോൺ പോൾ, രമ K മേനോൻ, മെൽവിൻ ഡേവിസ്, ആൻസി തോമസ്, റെക്സി ബൈറസ്, TJ ശാലിനി, ലിജി ആൻഡു എന്നിവർ പ്രസംഗിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് പോൾ ബ്ലഡ് ആപ്പുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പിൽ 57 യൂണിറ്റ് രക്തം ദാനം ചെയ്തു. 18 വയസ്സ് തികഞ്ഞ് ആദ്യമായി രക്തദാനം ചെയ്ത 6ഓളം ദാതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. ക്യാമ്പ് PTA പ്രസിഡന്റ് TS മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KP ലിയോ അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, ഡോക്ടർ NG രാധാകൃഷ്ണൻ, പ്രിയൻ ആലത്ത്, പ്രോഗ്രാം ഓഫീസർ സംഗീത ചന്ദ്രൻ, വോളണ്ടിയർമാരായ CS വീണ, എഡ്വിൻ ലിൻസൺ എന്നിവർ പ്രസംഗിച്ചു. അഷ്ടമി രോഗിയോടനുബന്ധിച്ച് പുതുക്കാട് തെക്കോത്തറവ് വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബാലഗോകുലം ഗോപൂജ നടത്തി. ക്ഷേത്ര മേൽശാന്തി മനോജ് നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ഞായറാഴ്ച രാവിലെ 9-ന് പുതുക്കാട് മേരിമാത ICSE സ്കൂളിൽ നടക്കും. ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. KK നാരായണ സ്മാരക അവാർഡ് ദാനം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിക്കും. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ വിശുദ്ധ അന്തോണിസിന്റെ ദർശന തിരുനാൾ ഞായറാഴ്ച നടക്കും. തിരുനാൾ ദിനത്തിൽ രാവിലെ 10-ന് ഫാദർ പോൾസൺ പാലത്തിങ്കൽ കാർമ്മികനായ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും. ഫാദർ സെബിൻ ചാവനടത്ത് സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി കാണാം ഇൻഫോടോക്ക്. മുപ്പത് വയസ്സ് കഴിഞ്ഞവരിൽ മുട്ടുവേദന കൂടി വരുന്നതായി പഠനം. കാൽമുട്ടിലെ ഘടനാപരമായ മാറ്റങ്ങൾ, അതായത് നേരിയ തരുണാസ്ഥി വൈകല്യങ്ങൾ, ചെറിയ അസ്ഥിസ്പർശ് എന്നിവ 30 വയസ്സുള്ള വ്യക്തികളിൽ പലപ്പോഴും രോഗലക്ഷണങ്ങളില്ലാതെ കാണപ്പെടുന്നുണ്ട്. കാൽമുട്ടുകൾ സംരക്ഷിക്കാനും മുട്ടുവേദന അകറ്റാനും ജീവിതശൈലിയിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക് പറയുന്നത്. കാൽമുട്ട് വേദന ഒരു വാർദ്ധക്യ പ്രശ്നം മാത്രമല്ല. 30കളിലും 40കളിലും പ്രായമുള്ള ആളുകളെ ഇത് കൂടുതലായി ബാധിക്കുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് കാരണമാകും. അമിത ശരീരഭാരം കാൽമുട്ട് സന്ധികളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും തേയ്മാനം ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കുന്നതും വ്യായാമം ചെയ്യുന്നതും കാൽമുട്ടിനെ ആരോഗ്യകരമായി നിലനിർത്താനും സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. പതിവായി വ്യായാമം ചെയ്യുന്നത് കാൽമുട്ടിന് ചുറ്റുമുള്ള പേശികളെ ശക്തിപ്പെടുത്തുകയും സന്ധികളുടെ സ്ഥിരത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. എയ്റോബിക് വ്യായാമങ്ങൾ, നടത്തം, യോഗ എന്നിവ ശീലമാക്കുക. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് മുൻപും ശേഷവുമുള്ള ശരിയായ വാമപ്പ് പരിക്കുകൾ തടയാൻ സഹായിക്കും. വാമപ്പ് പേശികളെയും സന്ധികളെയും വ്യായാമത്തിനു ശേഷമുള്ള വീണ്ടെടുക്കലിന് സഹായിക്കുകയും ചെയ്യുന്നു. ശരിയായ ചെരുപ്പുകളും ഷൂസുകളും ധരിക്കുന്നത് കാൽമുട്ടുകളിലെ സമ്മർദ്ദം കുറയ്ക്കും. പാദങ്ങൾ ശരിയായി വിന്യസിക്കുന്ന പാദരക്ഷകൾ തെറ്റായ സ്ഥാനം തടയുകയും കാൽമുട്ട് വേദനയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ദീർഘനേരം ഇരിക്കുന്നത് കാൽമുട്ടിനെ താങ്ങി നിർത്തുന്ന പേശികളിൽ കാഠിന്യത്തിനും ബലഹീനതയ്ക്കും കാരണമാകും. ഡ്യൂട്ടിക്കിടെയാണെങ്കിലും ഇടയ്ക്കിടെ നടക്കുന്നത് കാൽമുട്ട് സന്ധിയിലെ സമ്മർദ്ദം കുറയ്ക്കും.
സന്ധികളുടെ ലൂബ്രിക്കേഷൻ ആവശ്യമായ ജലാംശം അത്യാവശ്യമാണ്. നിർജ്ജലീകരണം സൈനോവിയൽ ദ്രാവകം കുറയുന്നതിനും കാൽമുട്ട് സന്ധിയിലെ തേയ്മാനത്തിനും കാരണമാകും. കാൽഷ്യം, വിറ്റാമിൻ ഡി എന്നിവയുടെ മതിയായ ഉപഭോഗം അസ്ഥികളെ ആരോഗ്യത്തോടെ നിലനിർത്തും. കാൽമുട്ടിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അവസ്ഥകൾ തടയുന്നതിലും ഈ പോഷകങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. കാൽമുട്ടിൽ സ്ഥിരമായി അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുക. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഓവർസിയർ ഗ്രേഡ് 3 തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായവർ സെപ്റ്റംബർ 22 ഉച്ചയ്ക്ക് 2 നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഫോൺ 0480 2751 262. ചെങ്ങാലൂർ മണ്ണമ്പേട്ട മാവിൻചുവട് റോഡിൽ ശാന്തിനഗർ മുതൽ മണ്ണമ്പേട്ട ജംഗ്ഷൻ വരെ കാന കളവട്ട് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ 19 മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ ഭാഗികമായ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,190 രൂപയും പവന് 81,520 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് പുതുശ്ശേരി ചാമക്കാല ജോസ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ത്രേസിയാണ് ഭാര്യ. ഷാജി, രാജി, സിജോ, ഡില്ല എന്നിവർ മക്കളും ജോസ്മോൻ, റെജി, ജെയ്സൺ എന്നിവർ മരുമക്കളുമാണ്. ആമ്പല്ലൂർ ഊട്ടോളി വീട്ടിൽ പരമേശ്വരൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗൗരിയാണ് ഭാര്യ. രജിഷ്, രേഷ്മ എന്നിവർ മക്കളും പ്രഭ, ശ്രീനിവാസൻ എന്നിവർ മരുമക്കളുമാണ്. കൊടകര ചുങ്കാൽ പരേതനായ തോട്ടാപ്പള്ളി ഗോപിമേനോൻ ഭാര്യ കമലാക്ഷിയമ്മ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ രാവിലെ 9:30 തൃശൂർ ശാന്തിഘട്ടിൽ. അഡ്വക്കേറ്റ് ജയൻ, സരസ്വതി, പരേതയായ ലക്ഷ്മി എന്നിവർ മക്കളും മഞ്ജുള, രവീന്ദ്രനാഥ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകി പ്രത്യേക മന്ത്രിസഭാ യോഗം. ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ ദേവമാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി വയോജന കലാമേള നടത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം കിലുക്കാംപെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ ചരമവാർഷിക ദിനം ആചരിച്ച് CPM നെന്മണിക്കര ലോക്കൽ കമ്മിറ്റി. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് ഒപ്പുശേഖരണ ക്യാമ്പയിനുമായി CPI. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് പോൾ ബ്ലഡ് ആപ്പുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.